ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ, ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടെ ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ കർത്താവ് നൽകി തന്നതായ ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിൻ്റെ കീഴിൽ ചേർന്നിരിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായമാണ് ഇപ്പോൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങളാണ് നമ്മുടെ ചിന്താവിഷയം. അതിൻ്റെ 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ ഏതാണ്ട് നാം ചിന്തിച്ചു. സൂര്യനെ അണിഞ്ഞതായ ഒരു സ്ത്രീ, അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. ഒരടയാളം അതാണ്. സ്വർഗസ്ഥലത്ത് കാണുന്ന 2 അടയാളങ്ങൾ. ഒരടയാളം സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവൾ ഗർഭിണിയായി നോവ് കൂട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. 2-ാമത്തെ അടയാളം ഒരു മഹാസർപ്പം. ഈ സ്ത്രീയുടെ ഉള്ളിൽ വളരുന്നതായ ആൺകുട്ടി പൂർണ്ണമാകുമ്പോൾ സ്ത്രീ പ്രസവിച്ച ഉടനെ ആ കുട്ടിയെ തിന്നുകളയുവാൻ ആ സർപ്പം സ്ത്രീയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ സ്ത്രീ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. പക്ഷേ സർപ്പത്തിന് ആ ആൺകുട്ടിയെ തൊടാൻ കിട്ടിയില്ല. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഇതാണ് 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ. ഏതാണ്ട് ലളിതമായി മനസ്സിലാകത്തക്കവണ്ണമാണ് നാം ചിന്തിച്ച് പോരുന്നത്. നിങ്ങൾക്ക് ഏറെക്കുറെ ആ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സഭയുടെ ഉൾപ്രാവണമാണ്. സഭയുടെ ഉൾപ്രാവണം. ഒരു സ്ത്രീയുടെ ഉള്ളിൽ കുട്ടി, ഗർഭസ്ഥ ശിശു പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ആ കുട്ടി ജനിക്കുന്നത് പോലെ സഭ പൂർണ്ണപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് മടങ്ങി വരും. അവസാന പാപിയും മാനസാന്തരപ്പെട്ട് സഭ പൂർണ്ണപ്പെട്ട് കഴിയുമ്പോഴാണ് കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത്. പെട്ടെന്ന് എടുക്കപ്പെട്ടു. കണ്ണിമയ്ക്കുന്നതിനിടയിൽ, ഞൊടി നേരത്ത് പെട്ടെന്ന് സഭ എടുക്കപ്പെടും ഈ ഭൂമിയിൽ നിന്ന്. കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായവും തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായവും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് ഞൊടി നേരം കൊണ്ട് കണ്ണിമയ്ക്കുന്നതിന് രൂപാന്തരപ്പെടും. സഭ പൂർണ്ണപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് മധ്യാകാശത്ത് വന്ന് സഭയെ ചേർത്ത് കൊള്ളുന്നതിന് അത് കാണിക്കുന്നത്
കുട്ടി ദൈവത്തിനടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിങ്കിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീക്ക് എന്ത് സംഭവിക്കും? 6-ാം വാക്യം, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. എന്ന് പറഞ്ഞാൽ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാലും സ്ത്രീ എവിടെയുണ്ട്? ഈ ഭൂമിയിൽ ഉണ്ട്. മണവാട്ടി, വിശുദ്ധന്മാർ, കർത്താവ് മധ്യാകാശത്ത് വന്ന് നാമധേയ സഭകളിലെല്ലാം ദൈവവചനം കേട്ട് രൂപപ്പെട്ട് വിശുദ്ധീകരണം പ്രാപിച്ചു നിൽക്കുന്ന വിശുദ്ധന്മാർ, മണവാട്ടി സഭ, വിശുദ്ധന്മാർ എടുക്കപ്പെട്ട് കഴിഞ്ഞാലും സ്ത്രീ എവിടെയുണ്ട്? ഈ ഭൂമിയിൽ ഉണ്ട്. അവൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്നാ പറയുന്നത്. ഏതാണ് ഈ മരുഭൂമി എന്നും അവിടെ ദൈവം അവളെ എങ്ങനെയാണ് പോറ്റുന്നത് എന്നും 12-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ളതായ വാക്യങ്ങളിൽ ഉള്ളത് കൊണ്ട് ആ ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് അല്പം വിശദമായിട്ട് ചിന്തിക്കാം. ഈ മരുഭൂമി എന്ന് പറയുന്നത് ഉപദ്രവകാല യുഗത്തെ കാണിക്കുന്നത്. 1260 ദിവസം എന്ന് പറയുന്നത് എതിർക്രിസ്തുവിൻ്റെ ഭരണം ഈ ഭൂമിയിൽ നടക്കുമ്പോൾ ആദ്യത്തെ പകുതിയായ 3.5 വർഷമാണ് 1260 ദിവസം അല്ലെങ്കിൽ 42 മാസം എന്ന് പറയുന്നത്. എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ പകുതിയിൽ കൈവിടപ്പെട്ടു പോകുന്ന സഭയ്ക്ക് എതിർക്രിസ്തുവിൽ നിന്ന് വലിയ ഉപദ്രവം ഉണ്ടാകും. ആ സമയത്ത് ദൈവം അവളെ പോറ്റുന്ന കാര്യങ്ങൾ 13 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ളതായ വാക്യങ്ങൾ, അവിടെ കാണുന്ന ഒന്നാമത്തെ വിഷയം സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. സ്വർഗത്തിൽ യുദ്ധം. 7-ാം വാക്യം, പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. സ്വർഗത്തിൽ യുദ്ധം. എന്താണ് ആ യുദ്ധം? ആരൊക്കെയാണ് ആ യുദ്ധത്തിൽ ഏർപ്പെടുന്നത്? ആ യുദ്ധം എന്തിനാണ്? ആ യുദ്ധം, ആ യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്തെല്ലാമാണ്? ഇതാണ് ആദ്യം കാണുന്ന വാക്യങ്ങൾ. അതിൻ്റെ 7 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോടും പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചിരുന്നാലും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവരോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണത്തെ സ്നേഹിച്ചതുമില്ല. ആയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ മഹാപ്രഭവത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. ഈ പിന്നെ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നതായ കാര്യം നടന്നതിന് ശേഷം. എപ്പോഴാണത്? കർത്താവിൻ്റെ മടങ്ങി വരവിന് ശേഷം, മധ്യാകാശ വരവിന് ശേഷം. സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞ് അതിനുശേഷം പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. സ്വർഗത്തിലെ ദൂതൻ മീഖായേൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ദൂതന്മാരെ കുറിച്ച്. അതിൽ കാവൽ മാലാഖയുടെ തലവനാണ് ആര്? മീഖായേൽ. അപ്പം മീഖായേലും അവൻ്റെ ദൂതന്മാരും ഈ മഹാസർപ്പത്തോട് പടവെട്ടി.
ഈ സർപ്പവും വെറുതെ ഇരുന്നില്ല. സർപ്പവും തൻ്റെ ദൂതന്മാരുമായും ഈ മീഖായേലിനോടും ദൂതന്മാരോടും പടവെട്ടി. എന്തുകൊണ്ടാണ് അവിടെ യുദ്ധമുണ്ടായത്? സ്വർഗത്തിൽ യുദ്ധമുണ്ടായത് എന്തുകൊണ്ടാണ്? യുദ്ധമുണ്ടാകാൻ കാരണം എന്താണ്? അവിടെ ഈ സർപ്പത്തിനൊരിടമുണ്ടായിരുന്നു. സ്വർഗത്തിൽ പിശാചിന് ഇടമുണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെ യുദ്ധം ഉണ്ടായത്. അപ്പം നമ്മൾ ചിന്തിക്കും, ഈ സ്വർഗത്തിൽ പിശാചിന് ഇടമുണ്ടോ? ഉണ്ട്. പിശാചിന് ഒരു സ്ഥലം സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ പിശാചിന് ഇടമുണ്ടായിരുന്നത് കൊണ്ടാണ് സ്വർഗത്തിൽ യുദ്ധമുണ്ടാകുന്നത്. അപ്പം നമ്മൾ ഓർക്കണം, പിശാചിന് എവിടെ ഇടം കൊടുത്താലും അവിടെ യുദ്ധമുണ്ട്, പോരാട്ടമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ പിശാചിന് ഇടം കൊടുത്താൽ യുദ്ധമുണ്ടാകും, വഴക്കുണ്ടാകും. സഭയിലും കൂട്ടായ്മയിലും നമ്മുടെ വ്യക്തി ജീവിതത്തിനും പിശാചിന് ഇടമുണ്ടെങ്കിൽ യുദ്ധമുണ്ട്. ഈ മത്സരങ്ങൾക്കും വഴക്കിനും അസ്വസ്ഥതകൾക്കും സംഘർഷങ്ങൾക്കും പോരാട്ടങ്ങൾക്കും എല്ലാം കാരണം എന്താണ്? പിശാചിന് ഇടം കൊടുക്കുന്നത് കൊണ്ടാണ്. ഇന്ന് സഭകൾ തകരുന്നത് എന്തുകൊണ്ടാണ്? കൂട്ടായ്മകൾ തമ്മിൽ പടവെട്ടി തകരുന്നത് എന്തുകൊണ്ടാണ്? കുടുംബങ്ങൾ തമ്മിൽ വഴക്കടിച്ച് തകരുന്നത് എന്തുകൊണ്ടാണ്? വഴക്കുണ്ടാകുന്നത് അവന് ഇടമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നാം ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ എവിടെ പിശാചിന് ഇടമുണ്ടോ അവിടെയെല്ലാം വഴക്കുണ്ടാകും, കലഹമുണ്ടാകും, യുദ്ധമുണ്ടാകും. പിശാചിന് ഇടമുണ്ടായിരുന്നു സ്വർഗത്തിൽ. സ്വർഗത്തിൽ പിശാചിന് ഇടം കൊടുത്തത് കൊണ്ടാണ് അവിടെ യുദ്ധമുണ്ടായത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 27-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത് പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കോപം വെച്ചുകൊണ്ടിരിക്കുന്നത് പിശാചിന് ഇടം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ പറയുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. വഴക്കുണ്ടാകുന്നേ, കലക്കം ഉണ്ടാകും. ഇഷ്ടക്കേട് വെച്ചുകൊണ്ടിരിക്കരുത്. ആരോടെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. ഞാനാ തിരുത്തണമെങ്കിൽ ഞാൻ തിരുത്തണം. അല്ല, ആരുടെ കയ്യിലാണോ തെറ്റ്, നമുക്ക് നോക്കാൻ വചനമുണ്ടല്ലോ, ദൈവവചനപ്രകാരം ആരുടെ കയ്യിലാണോ തെറ്റ് അവർ തിരുത്തണം. അത് വെച്ചുകൊണ്ടിരുന്നാൽ, ഒരു കൂട്ടായ്മയിലാണെങ്കിലും ദൈവമക്കൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്ടക്കേട് വെച്ചുകൊണ്ടിരുന്നാൽ യുദ്ധമുണ്ടാകും. അവന് നിൽക്കാനുള്ളൊരു ഇടമാണ്. നമ്മുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടക്കേട് വെച്ചുകൊണ്ടിരുന്നാൽ, സഹോദരങ്ങൾ തമ്മിൽ ഇഷ്ടക്കേട് വെച്ചുകൊണ്ടിരുന്നാൽ, കോപം വെച്ചുകൊണ്ടിരുന്നാൽ, ഭാര്യയോട് ഭയങ്കര കോപം, അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ചെയ്തു, ഭർത്താവിനോട് അല്ലെങ്കിൽ മക്കളോട് സഹോദരങ്ങളോട്, സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കോപം വരാം, സ്വാഭാവികമാണ്. പകൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേടുകൾ ഉണ്ടാകും, സ്വാഭാവികമാണത്. എന്നാൽ സൂര്യൻ അസ്തമിക്കുവോളം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ഉറങ്ങാറ്, നമ്മൾ ഒന്നും പ്രവർത്തിക്കാതെ നമ്മൾ ആ ദിവസം ഫിനിഷ് ചെയ്തു. എന്തെങ്കിലും വന്നാൽ അതെല്ലാം പറഞ്ഞ് നാം നിരപ്പാകണം, തിരുത്താനുള്ളവർ തിരുത്തണം. സൂര്യൻ അസ്തമിക്കുവോളം കോപം വച്ചുകൊണ്ടിരിക്കരുത്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ തമ്മിൽ തുറന്നു പറയണം, തമ്മിൽ തുറന്ന് സംസാരിക്കണം. ആരാണ് തിരുത്തേണ്ടത് അവർ തിരുത്താൻ തയ്യാറാകണം. അങ്ങനെ കുടുംബങ്ങൾ പിശാചിൻ്റെ പോരാട്ടത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, കോപം വെച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കിടം കൊടുക്കലാണ്?
പിശാചിന് ഇടം കൊടുക്കുന്നതാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. അവന് നിൽക്കാൻ ഒരിടം നാം കൊടുക്കരുത്. സ്വർഗത്തിൽ എന്തിനാണ് ഇടം കൊടുത്തതെന്ന് ചിന്തിച്ചു പോകും. ഈ സ്വർഗത്തിൽ പിശാചിന് ഇടം കൊടുത്തതുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്ന് നാം വായിക്കുന്നത്. വേദപുസ്തകത്തിൽ സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്ന് നാം കാണുന്നത് പിശാചിന് ഇടമുള്ളത് കൊണ്ടാണ്. അല്ലെ, ഇയ്യോബിന്റെ പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യം എടുത്തേ. സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല. എന്താ കാരണം? അവിടെ പിശാച് നിൽക്കാനായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. എന്തിനാണ് സ്വർഗത്തിൽ പിശാച് നിൽക്കാൻ ഇടം കൊടുത്തത് എന്ന് നാം ചോദിക്കേണ്ട ആവശ്യമില്ല, നാം അതറിയേണ്ട ആവശ്യവുമില്ല. സ്വർഗത്തിൽ എന്നിടം കൊടുത്തു എന്ന് ചോദിക്കാൻ നമുക്ക് അവകാശവുമില്ല. എന്തായാലും ഭൂമിയിൽ മുഴുവൻ ഊടാടി നടക്കുന്നവനായ പിശാചിന്, സാത്താന് സ്വർഗത്തിൽ ചെന്ന് നിൽക്കാൻ ഒരു ഇടമുണ്ടായിരുന്നു. നമ്മൾ കാണുന്നുണ്ട്, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, അവന് കൊടുത്ത സ്ഥലത്ത് ആര് കയറി നിന്നു? ആര് വന്നു നിന്നു? പിശാചും ഇല്ലേ വന്നു നിന്നു. ദൈവം ചോദിക്കുന്നു, നീ എവിടെ നിന്ന് വന്നു? സാത്താൻ, നീ എവിടെ നിന്ന് വന്നു? ഞാൻ ഭൂമിയിൽ മുഴുവൻ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. ദൈവമക്കളെക്കുറിച്ച് ഇല്ലാത്ത കുറ്റം പറഞ്ഞുകൊണ്ട്, ഉണ്ടാക്കി പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ മഹാപുരോഹിതനായ യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞപ്പോൾ സാത്താൻ അവിടെ കയറിയുന്നു, ഇല്ലേ? അപ്പോൾ സ്വർഗത്തിൽ അവന് നിൽക്കാൻ ഒരിടമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. അവിടെ നാം കാണുന്നുണ്ട്, അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി, പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ 12:8, വെളിപ്പാട് 12:8, സ്വർഗത്തിൽ അവൻ്റെ സ്ഥലം, ആ സ്ഥലം പിന്നെ കണ്ടതുമില്ല എന്ന് പറഞ്ഞാൽ അവന് നിൽക്കാനുള്ള ഇടം സ്വർഗത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല, ആ സ്ഥലം പിന്നെ കണ്ടില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നിന്നും ആ സ്ഥലം നാം മാറ്റിക്കളയണം. പിശാച് നിൽക്കാനുള്ള ആ സ്ഥലം ഇനി കാണാതെ വണ്ണം. ഏതെല്ലാം രംഗങ്ങളിലാണ് പിശാച് കയറി നിൽക്കുന്നത്? അവൻ അവകാശം പറഞ്ഞുകൊണ്ട് വന്നു നിൽക്കാൻ തക്കവണ്ണം എന്തെല്ലാം സ്വഭാവങ്ങൾ നമ്മിലുണ്ട്. അവനോട് യുദ്ധം ചെയ്ത്, പിശാചിനോട് യുദ്ധം ചെയ്ത് അവന് നിൽക്കാനുള്ള ഒരിടം കിട്ടാൻ വകയില്ലാതെ വണ്ണം നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കാൻ നാം കടപ്പെട്ടവരാണ്. സ്വർഗത്തിൽ പിശാച് നിൽക്കാൻ ഇടമുണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും പടവെട്ടി, സാത്താനും അവൻ്റെ ദൂതന്മാരും തമ്മിൽ പടവെട്ടി അവനെ തള്ളിക്കളഞ്ഞു. അതാണ് വായിക്കുന്നത്. സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. 9-ാം വാക്യം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അവനെ ആ സ്ഥലത്ത് നിന്നും എന്നേക്കുമായി തള്ളിക്കളഞ്ഞു. 9-ാം വാക്യം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും
സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവിടെ ഈ പിശാചിൻ്റെ 5 പേരുകൾ കാണുന്നുണ്ട്. പിശാചിൻ്റെ 5 പേരുകൾ നാം കാണുന്നുണ്ട്. ഏതെല്ലാമാണത്? 1, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്നവൻ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്നവൻ. 2, പിശാച്. ഗ്രീക്കിൽ പിശാച് എന്നാണ് ഗ്രീക്ക് നെയിം, പിശാച്. 3, സാത്താൻ. എബ്രായ നാമമാണ്, ഹീബ്രു നെയിം, സാത്താൻ. 4, മഹാസർപ്പം. അതിൻ്റെ അർത്ഥം അപകടകാരി എന്നാണ്. അവൻ അപകടകാരിയാണ്, മഹാസർപ്പം. 5, പഴയ പാമ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇറങ്ങി വന്ന് മനുഷ്യനെ തെറ്റിച്ച് കളഞ്ഞവൻ. പഴയ പാമ്പ്, ആദ്യത്തെ മനുഷ്യനായ ആദമിനെ തെറ്റിക്കാൻ, ആദമിനെയും ഹവ്വയെയും തെറ്റിക്കാൻ പഴയ പാമ്പ്, അന്ന് അവിടെ ഇറങ്ങി വന്ന പഴയ പാമ്പ്. ഇങ്ങനെ 5 പേരുകൾ പിശാചിന് കൊടുത്തിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്നവൻ, പിശാച്, സാത്താൻ, മഹാസർപ്പം, പഴയ പാമ്പ്. ഇങ്ങനെ 5 പേരുകൾ പിശാചിന് നൽകിയിരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതിൻ്റെ 10, 11, 12 വാക്യങ്ങളൊന്ന് വായിക്കാം. 10, 11, 12 വാക്യങ്ങൾ. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവത്തിനെതിരെ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യത്തിന് ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം ഞങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആര്യാൻ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായിട്ടുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാചു തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ തിരിഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞ കേട്ടത്. അപ്പോൾ എപ്പോഴാണ്? സാത്താനെയും അവൻ്റെ സൈന്യത്തെയും സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞപ്പോൾ, അവൻ്റെ സ്ഥലം അവിടെ കാണാനില്ലാതായപ്പോൾ, ആ സ്ഥലം നീക്കിക്കളഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പിശാചിന് നിൽക്കാനുള്ള ആ സ്ഥലം ഇല്ലാതാക്കിയപ്പോൾ, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്. എന്താണത്? ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും തൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. എന്ത് ചെയ്തപ്പോഴാണ്? നമ്മുടെ സഹോദരന്മാര് രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞപ്പോൾ. നമ്മൾ ഓർക്കണം, ഈ വചനത്തിൻ്റെ ആഴം എത്ര വലിയതാണ്. ദൈവവചനത്തിൻ്റെ മർമ്മം എത്ര വലിയതാണ്. അപ്പോൾ ഒരു ശബ്ദം. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. വാസ്തവത്തിൽ ഇല്ലേ, നമ്മളുടെ കർത്താവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. കർത്തൃപ്രാർത്ഥന ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, മഹത്വപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ എന്ന് പറഞ്ഞാൽ, കർത്തൃപ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്ന
രണ്ടാമത്തെ നമ്മുടെ ആവശ്യം. ഒന്ന്, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടണം. എല്ലാത്തിനും നമ്മുടെ ജീവിതത്തിൽ മഹത്വം എപ്പോഴും ദൈവത്തിനായിരിക്കണം. അവൻ്റെ നാമം മഹത്വപ്പെടണം. നമ്മളാരും മഹത്വം അതിൻ്റെ പങ്ക് പറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, മഹത്വത്തിൻ്റെ പങ്ക് മനുഷ്യൻ പറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് ദൈവത്തിന് ഏറ്റവും വെറുപ്പാണ്, ദൈവത്തിന് അറപ്പാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ സുവിശേഷ വേല ചെയ്തു, ഒരാളെ ആ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഒരു മഹത്വം ഞാൻ എടുക്കാൻ, അതിൻ്റെ ഒരു പങ്ക്, ചെറിയൊരു പങ്ക്, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. നമ്മുടെ ജീവിതം എപ്പോഴും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. രണ്ടാമത്തെ ആവശ്യമാണ്, നിന്റെ രാജ്യം വരണമേ. എപ്പോഴാണ് എന്നിൽ ദൈവരാജ്യം വരുന്നത്? എൻ്റെ ജീവിതത്തിൽ സാത്താന് ഇരിക്കാനുള്ള ഇടം നീക്കിക്കളഞ്ഞ് എന്നേക്കുമായി അവനെ മുഴുവനായും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അവൻ്റെ രാജ്യം വരണത്. അതാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ രക്ഷയും ശക്തിയും മഹത്വവും അവൻ്റെ രാജ്യവും തുടങ്ങണം. എങ്ങനെ? ഞാൻ അവനുള്ള സ്ഥലം യുദ്ധം ചെയ്തില്ലാതാക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ ഞങ്ങളെ വിട്ട് ഓടിപ്പോകും. എൻ്റെ ജീവിതത്തിൽ ഇനി അവന് കയറി നിൽക്കാൻ ഇടം കൊടുക്കാതെ വണ്ണം ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുമ്പോൾ, ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തെ ഞാൻ എന്നെ തന്നെ വേർതിരിക്കുമ്പോൾ, അവൻ്റെ സ്ഥാനം പിന്നെ കാണാതെ വണ്ണം, എൻ്റെ ജീവിതത്തിൻ്റെ ആ മുടിനാരിഴ കീറി നോക്കുമ്പോൾ, എല്ലാ രംഗങ്ങളും ചകഞ്ഞു നോക്കുമ്പോൾ, പിശാചിന് ഇടമില്ലാതെ വണ്ണം ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുമ്പോൾ, അവനെ ആട്ടി അകറ്റുമ്പോൾ, അവന് കസേരയിട്ട് കൊടുക്കാതെ വണ്ണം എൻ്റെ ജീവിതത്തെ ഞാൻ കാക്കുമ്പോൾ, അവൻ്റെ സ്ഥലം ഇല്ലാതെ വണ്ണം ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ അവൻ്റെ രാജ്യം വരികയാണ്. നിന്റെ രാജ്യം വരണമേ. അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ രാജ്യം ആരംഭിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ശക്തി വെളിപ്പെടട്ടെ. അവന് നാം മഹത്വപ്പെടട്ടെ. നമ്മിലൂടെ അവന് നാം മഹത്വമെടുക്കട്ടെ. എന്ത് ചെയ്യണം? ഒറ്റ കാര്യം മതി, പിശാചിനി എന്നിൽ ഇടമില്ലാതെ വണ്ണം. ആ സ്ഥലം പിന്നെ അവിടെ ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഇല്ലേ, എന്തെല്ലാം സ്ഥലം നമ്മളില്ലാതാക്കി. മദ്യപാനമുണ്ടായിരുന്നു, അത് അവനിരിക്കാനുള്ളൊരു സീറ്റാണ്. എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു പാപ സ്വഭാവം അവനിരിക്കാനുള്ളൊരു കസേരയാണ്. ഒരു സ്റ്റൂള് പോയിട്ടൊരു കൊരണ്ടിപ്പല പോലും ഇട്ട് കൊടുക്കരുത്. പലരും വലിയ വലിയ കസേരയൊക്കെ കളഞ്ഞു, പക്ഷേ ഒരു കൊരണ്ടിപ്പലയിട്ട് പോലും, നിങ്ങൾ മനസ്സിലാവും കൊരണ്ടിപ്പല എന്ന് കേട്ടാ, ഒരു കൊരണ്ടിപ്പലയിട്ട് പോലും പിശാചിരിക്കാൻ ഇടം കൊടുക്കരുത്, നിൽക്കാൻ ഇടം കൊടുക്കരുത്. അവന് ആ സ്ഥലം വേണ്ടെന്നേ. ഇനി നമ്മുടെ ജീവിതത്തിൽ അവന് സ്ഥലം വേണ്ട. ദൈവത്തിന് സ്തോത്രം. പറയുന്ന വാക്കുകളെയാണ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിക്കാൻ കഴിയുന്ന കരുതുകയാണ്. ഞാൻ ഈ നാളുകളിൽ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒറ്റക്കൊതി മാത്രം, കർത്താവേ, പിശാചിനിരിക്കാൻ എനിക്കറിയാം ഒത്തിരി ഇടങ്ങളുണ്ടായിരുന്നു. ഞാൻ മാനസാന്തരപ്പെട്ട് ശരിയാണ്, സുവിശേഷ വേല ചെയ്ത് ശരിയാണ്,
വലിയ വലിയ കസേരകളൊക്കെ കളഞ്ഞു, സിംഹാസനങ്ങളൊക്കെ കളഞ്ഞു. പക്ഷേ അവന് വന്ന് ഇരിക്കാൻ ചില കൊരണ്ടിപ്പലയൊക്കെ ഉണ്ടായിരുന്നു, ചെറുകുറുക്കന്മാർ, ചില കൊരണ്ടിപ്പലകൾ. ദൈവത്തിന് സ്തോത്രം, ഒരു സ്റ്റൂള് പോലും ഒന്നും അവന് കാലുകുത്താനിടയില്ലാതെ വണ്ണം. ദൈവത്തിന് സ്തോത്രം. നാളുകളിൽ ദൈവമക്കൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. അല്ലാതെ എന്തൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? പ്രിയപ്പെട്ടവരെ, നിന്റെ രാജ്യം വരണമേ. ദൈവത്തിൻ്റെ രാജ്യം വരുന്നത് അപ്പോഴാണ്. കർത്തൃ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ ആവശ്യം, രണ്ടാമത്തെ കാര്യം നടക്കുന്നത് അപ്പോഴാണ്. നിന്റെ രാജ്യം വരണമേ. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അതിൻ്റെ 11, 12 വാക്യങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ എഴുതി വന്നിരിക്കുന്നു. പിശാച് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുന്ന സമയമാണ് കേട്ടോ. നമ്മളെങ്ങനെ ജയിക്കാം? ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു, ഒരു കൊരണ്ടിപ്പാല പോലും അവനിട്ട് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു. ഇതെങ്ങനെ സാധിക്കുന്നത്? അവൻ ലജ്ജയില്ലാത്തവനല്ലേ, നാണമില്ലാത്തവനാ. ഒന്നങ്ങ ആട്ടിവിട്ടാൽ പിന്നെയും കയറി വരും, പിന്നെയും കയറി വരും. അപ്പോൾ എങ്ങനെ ജയിക്കാം? 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. 3 കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. ഇതെങ്ങനെ നിൽക്കാം? ഒരു ദൈവവേദന പിശാചിന് ഇടം കൊടുക്കാതെ എങ്ങനെ ജയിച്ച് നിൽക്കാം? എങ്ങനെ ജയജീവൻ നയിക്കാം? 3 കാര്യങ്ങളിവിടെ കാണുന്നുണ്ട്. 1, കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും. നമ്മൾക്കൊരു പാപത്തിൻ്റെ ഒരു ചിന്ത വരുമ്പോൾ നമ്മളങ്ങ് പറയണം, യേശുവിൻ്റെ രക്തം ജയം. അത് ചുമ്മാ അങ്ങ് പറയുകയല്ല കേട്ടോ, ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട്, എന്താണ് ഈ ക്രിസ്തുവിൻ്റെ രക്തം എന്നുള്ള വില അറിഞ്ഞുകൊണ്ട്. നിങ്ങൾ ഓർക്കണം, ഇപ്പോൾ ഒരു തുള്ളി രക്തം നമ്മൾ എടുക്കണമെങ്കിൽ ഇല്ല, ഇപ്പോൾ ഷുഗറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും വേദന ഒന്നും ഇല്ലെങ്കിലും കുത്തുമ്പോൾ ഒരു പേടിയില്ലേ? ഒരു തുള്ളി രക്തം വരണമെങ്കിൽ അതിന് പിന്നിൽ ഒരു വേദനയുണ്ട്. അപ്പോൾ യേശുവെ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പറയുമ്പോൾ, യേശു രക്തം കൊണ്ട് നമ്മളെ കഴുകും, നമ്മുടെ പാപങ്ങൾ കഴുകും. പക്ഷേ അതിന് പിന്നിലൊരു വേദനയുണ്ട്. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ ജയമെന്ന് നാം പറയുമ്പോൾ വില കൊടുക്കണം, ചുമ്മാ അങ്ങ് പറയല്ല. അതിൻ്റെ വില അറിഞ്ഞുകൊണ്ട്, അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട്, യേശുവേ നിന്റെ രക്തത്താൽ എന്നെ പൊതിയണമേ, ഈ പാപത്തിലേക്ക് ഞാൻ വീഴാതെ കൊണ്ട് എന്നെ കാക്കണമേ, എന്നെ സൂക്ഷിക്കണമേ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ നമുക്ക് പാപത്തിൻ്റെ മേൽ ജയം കിട്ടും. യേശുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ ആ വില അറിഞ്ഞുകൊണ്ട്, എന്താണ് യേശുവിൻ്റെ രക്തം എന്നുള്ളത് നല്ലപോലെ അനുഭവിച്ചുകൊണ്ട് നാം ഒന്ന് പറയുമ്പോൾ, യേശുവിൻ്റെ രക്തം എന്നൊന്ന് പറയുമ്പോൾ പിശാച് നടുങ്ങും. യേശുവിൻ്റെ രക്തം പിശാചിന് ഏറ്റവും നടുങ്ങുന്ന ഒരു വാക്കാണത്. യേശുവിൻ്റെ രക്തം. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും, രണ്ടാമത്തെ കാര്യം എന്താണ്? തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും. എന്താണ് ഈ സാക്ഷ്യവചനം എന്ന് പറയുന്നത്? തങ്ങളുടെ സാക്ഷ്യം. നാം അത് മുഴുവനായിട്ടൊന്ന് മനസ്സിലാക്കണമെങ്കിൽ 126 സങ്കീർത്തനത്തിലേക്ക് പോകണം. 126 സങ്കീർത്തനം. അവിടെ നാം കാണുന്നുണ്ട്, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ സാക്ഷ്യം എന്ന് പറയുമ്പോൾ
ഒന്ന്, യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നത് ജാതികളിലെന്ന് പറഞ്ഞു. മറ്റുള്ളവർ നമ്മളെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ എന്നെ നോക്കിക്കൊണ്ട്, എൻ്റെ മക്കൾ എന്നെ നോക്കിക്കൊണ്ട്, എൻ്റെ ഭർത്താവിന് വലിയ വ്യത്യാസം, ദൈവം എന്തോ ഒരു അത്ഭുതം എൻ്റെ ഭർത്താവിൽ ചെയ്തിരിക്കുന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ പിതാവിൽ, എൻ്റെ പപ്പയിൽ ഒരു വലിയ അത്ഭുതം ദൈവം ചെയ്തിരിക്കുന്നല്ലോ എന്ന് കാണത്തക്കവണ്ണമുള്ള വ്യത്യാസം തമ്മിലുണ്ടാകണം. മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യം ഒന്ന്. രണ്ട്, ഞാനും പറയണം, യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് പറയാൻ നല്ല സാക്ഷ്യം കിട്ടത്തക്കോണം നിൽക്കണം. സാക്ഷ്യ ജീവിതം ഒന്ന്. രണ്ട്, നമ്മളും പറയണം. നമ്മുടെ ജീവിതത്തിൽ വന്നതായ മാറ്റങ്ങൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം, വ്യത്യാസങ്ങൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. അങ്ങനെ രണ്ട് വിധത്തിലുണ്ട്. അതാണ് സാക്ഷ്യവചനം എന്ന് പറയുന്നത്. മറ്റുള്ളവരും പറയണം, നമ്മളും പറയണം. തങ്ങളുടെ സാക്ഷ്യവചനം അങ്ങനെ നിൽക്കണമെന്ന്. ഈ ഭൂമിയിൽ, ഈ ലോകത്ത് നമ്മൾ അതുപോലെ ജീവിക്കണം. ജയം കിട്ടണമെങ്കിൽ, പിശാചിന് ഇടം കിട്ടാതെ നമ്മൾ നിൽക്കണമെങ്കിൽ, ഒന്ന്, കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായി. രണ്ട്, സാക്ഷ്യ ജീവിതം കൊണ്ട്. മൂന്ന്, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. എന്ന് പറഞ്ഞാൽ മരിക്കേണ്ടി വന്നാലും അതിൻ്റെ പുറകെ പോവില്ല, യേശുവിന് വേണ്ടി നിൽക്കും. ഈ കഴിഞ്ഞകാല ഭക്തന്മാർ അവരുടെ ജീവനെ വിശ്വാസത്തിൻ്റെ പേരിൽ നിലനിർത്തിയില്ല. ഓർക്കണം, വിശ്വാസത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും മുകളിൽ കൊണ്ടുവന്ന് ജീവനെ വെച്ചില്ല എന്ന്. വലുത് വിശ്വാസമായിരുന്നു, ജീവനല്ല, പ്രാണനല്ല. സാക്ഷ്യ ജീവിതമായിരുന്നു വലുത്, ജീവനല്ല. മരിക്കേണ്ടി വന്നാലും തെറ്റിയില്ല എന്നുള്ള തീരുമാനം അതാണ്. മരിക്കേണ്ടി വന്നാലും പിശാചിനെ ഇനി എന്നിൽ ഇടം കൊടുക്കുകയില്ല എന്നുള്ളതായ തീരുമാനം. സാരമില്ല, ഇപ്പോഴത്തെ ഈ കാര്യം നടക്കണമെങ്കിൽ ഈ തെറ്റായ മാർഗം സ്വീകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കാര്യം നടക്കില്ല. ഞാൻ ഈ തെറ്റായ മാർഗം സ്വീകരിച്ചാൽ മാത്രമേ ഇപ്പം എനിക്ക് നിലനിൽപ്പുള്ളൂ. സാരമില്ലെന്നേ, അനുഭവിക്കാലോ, പിന്നെ നമുക്ക് അനുഭവിക്കാലോ. ദൈവമൊക്കെ ക്ഷമിച്ചു തരില്ലേ. പിശാചിന് ഇടമായി ആ കസേരയൊക്കെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വീഴുന്ന കസേരകളെയൊക്കെ ഇളക്കിക്കളയാൻ നമുക്ക് പിന്നെ കഴിയില്ല കേട്ടോ. എന്താ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്? നമ്മൾ ഓർക്കണം, ഇതെന്താ ഈ ക്രിസ്തീയ ജീവിതം? എന്താണ് ഒരു വിശ്വാസിയുടെ ജീവിതം? എൻ്റെ ജീവിതത്തിൽ തൽക്കാലത്തൊരു കാര്യം നടക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണോ? ആ കാര്യം നടന്നില്ലെങ്കിലും ഞാൻ അവനിടം കൊടുത്തൊരു കാര്യം എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കഴിഞ്ഞകാല പിതാക്കന്മാർ അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിനും സാക്ഷ്യത്തിനും മുകളിൽ അവരുടെ പ്രാണനെ പോലും വെച്ചില്ല. സാക്ഷ്യമായിരുന്നു വലിയത്, അവർക്ക് വലുത് സാക്ഷ്യമായിരുന്നു. ജയജീവനമായിരുന്നു അവർക്ക് വലുത്, പ്രാണനല്ല, ജീവനായിരുന്നില്ല വലിയത്. അവരുടെ സാക്ഷ്യമായിരുന്നു അവർക്ക് വലിയത്, ജയജീവിതമായിരുന്നു അവർക്ക് വലിയത്. അതുകൊണ്ടാണ് നാം അവരെ സ്മരിക്കുമ്പോൾ പാടുന്നു, പീഡകളെ വെന്നിഹ മശിഹായെ സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ, ഭൂസ്വർഗങ്ങളിൽ ഏറ്റുന്നു സ്മരണം നിങ്ങൾക്കായി, ക്രൂശന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി. ഒന്ന് പാടാമോ പാട്ട്? ക്രൂശിന്മേൽ തലചായിച്ചോൻ വലഭാഗത്തായി, മുടിമുടയുന്നതു കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ, നാനാവിധയാതനയെയും കൂസിടാതെ ഗളരുധിരത്താൽ ധവളിമയങ്കങ്ങൾ കുളവാക്കി, പീഡകളെ വെന്നിഹ മശിഹായെ സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ, ഭൂസ്വർഗങ്ങളിലേറ്റുന്നു സ്മരണം നിങ്ങൾക്കായി. പറയാൻ എളുപ്പമാണ്. കർത്താവേ, മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൻ
ഒരു പുതിയ തീരുമാനം. കർത്താവേ, മരിക്കേണ്ടി വന്നാലും ഇനി ഞാൻ പിശാചിന് ഇടം കൊടുക്കുകയില്ല. ആ സ്ഥലം പിന്നെ കണ്ടതുമില്ല. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വർഗവും അതിൽ വസിക്കുന്നവരും ആനന്ദിക്കാൻ തുടങ്ങും. സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ വലിയ ആനന്ദമുണ്ടാകും. ഞാൻ പറയട്ടെ, മറ്റെന്ത് നടന്നാലും സ്വർഗം സന്തോഷിക്കുകയില്ല. സ്വർഗവും അതിൽ വസിക്കുന്നവരുമായവരെ ആനന്ദിക്കുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. സ്വർഗം ആനന്ദിക്കട്ടെ, സ്വർഗം സന്തോഷിക്കട്ടെ. എൻ്റെ കർത്താവേ, മരിക്കേണ്ടി വന്നാലും, എൻ്റെ യേശുവേ, ജീവൻ വയ്ക്കേണ്ടി വന്നാലും മരണപര്യന്തം അവർ തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചില്ല. ഇനി അവന് ഇടമില്ല, ഇനി ദുഷ്ടനിടമില്ല. ആ സ്ഥലം പിന്നെ കണ്ടതുമില്ല. കർത്താവേ, നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ വചനം പഠിക്കുന്നവര്, കുറെ ബുദ്ധിയിൽ കുറെ അറിവുകൾ നേടുന്നവര് അങ്ങനെ നിൽക്കാനല്ല കർത്താവേ. നിന്റെ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതുപോലെ ഒന്ന് നിൽക്കാൻ. ഹല്ലേലൂയ. സ്വർഗം ഞങ്ങളെക്കുറിച്ച് കൊതിയോടെ, കർത്താവേ, എന്നെക്കുറിച്ച് സ്വർഗം ആനന്ദിക്കാൻ കൊതിക്കുന്നുണ്ടല്ലോ. എൻ്റെ നിമിത്തം സ്വർഗം ഒന്ന് ആനന്ദിക്കാൻ തക്കവണ്ണം ഇനി അവന് ഇടം കൊടുക്കാതെ വണ്ണം, ദുഷ്ടന് ഇടം കൊടുക്കാതെ വണ്ണം, ആ സ്ഥലം ഇനി കാണാതെ വണ്ണം, കർത്താവെ, പലപ്പോഴും സ്വർഗം എൻ്റെ നേരെ കണ്ണുയർത്തുമ്പോൾ, സ്വർഗത്തിൻ്റെ കണ്ണ് എൻ്റെ നേരെ വരുമ്പോൾ, അവൻ്റെ കസേരകളുണ്ട്, അവൻ്റെ സീറ്റുണ്ട്, അവൻ്റെ സ്ഥലമുണ്ട്. എന്നാൽ ഇനി സ്വർഗത്തിൻ്റെ കണ്ണ് എൻ്റെ നേരെ വരുമ്പോൾ അവന് ഇടയില്ലാതെ വണ്ണം, പിശാചിന്റെ കസേരയില്ലാതെ വണ്ണം എനിക്കൊന്ന് നിൽക്കാൻ തക്കവണ്ണം, എൻ്റെ കർത്താവേ, കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി എനിക്ക് ശക്തിയില്ല കർത്താവേ. എൻ്റെ കഴിവ് കൊണ്ട് കഴിയുകയില്ല, എൻ്റെ ബലം കൊണ്ട് കഴിയുകയില്ല, എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് കഴിയുകയില്ല, എനിക്കൊന്നിനും കഴിവില്ല കർത്താവേ. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണമോ അതിനെല്ലാം ജയം തരാൻ കുഞ്ഞാടിൻ്റെ രക്തമുണ്ടല്ലോ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അഭയപ്പെടാം, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, അവിടെ തിരുരക്തത്താൽ എന്നെ മറയ്ക്കണമേ. ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവർ നോക്കിയാൽ ഒരു കാര്യത്തിൽ അപാകത വരാതെ വണ്ണം എന്നെ തന്നെ സൂക്ഷിക്കണം. ഞാൻ പറയണം, എൻ്റെ കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു എന്ന്, എൻ്റെ യേശു എനിക്ക് ജയം തന്നു എന്ന്. ഞാനല്ല, എൻ്റെ കഴിവല്ല, കൃപയാൽ അവൻ താങ്ങുകയാൽ ഇന്ന് വരെ നിൽക്കുകയും. പൗലോസ് പറയുന്നത്, കർത്താവേ, നിന്റെ കൃപയാൽ സ്തോത്രം. എൻ്റെ സാക്ഷ്യം, മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം, ഇനി എൻ്റെ യേശുവേ, ജീവൻ വയ്ക്കേണ്ടി വന്നാലും മരണപര്യന്തം, കർത്താവേ, ഈ വിശ്വാസത്തിൻ്റെ മീതെ ഇനി എൻ്റെ ജീവൻ പോലുമില്ല. എൻ്റെ സമർപ്പണത്തിൻ്റെ മീതെയല്ല എൻ്റെ ജീവിതം. ഹല്ലേലൂയ. കർത്താവേ, മരണപര്യന്തം മരിക്കേണ്ടി വന്നാലും, കർത്താവെ, ജീവൻ വയ്ക്കേണ്ടി വന്നാലും യേശുവിന് വേണ്ടിയുള്ള ജീവിതം ആര് തീരുമാനിക്കുന്നുണ്ട്, ആര് സമർപ്പിക്കുന്നുണ്ട്? അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കരുണയുള്ള ദൈവമേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വെളിപ്പാട് പുസ്തകത്തിലെ മർമ്മങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതോർത്ത് സ്തോത്രം. അനുഭവങ്ങളായി ഞങ്ങളെ സ്വാധീനിക്കുന്നതോർത്ത് സ്തോത്രം. അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങൾക്കിതെല്ലാം വെളിപ്പെടുത്തി തന്നതോർത്ത് സ്തോത്രം. എല്ലാ മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.